ഹായ് നമസ്കാരം. ഞാൻ കബീർ കാട്ടൂർ. ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫൗണ്ടേഷൻ എങ്ങനെ ചെയ്യാം. അത് നമ്മൾ ആദ്യം അടിത്തറ ചെയ്യുന്നത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ടം പാതകം 2 സെക്ഷനായിട്ട് പണിതിട്ട് രണ്ടാമത് പാതക ലെവലിങ് നമ്മൾ ഇതുപോലെ അളവ് വെച്ച് റൈറ്റ് ആംഗിളെല്ലാം തിരിച്ച് ഇതുപോലെ അടിച്ച് പണിത് പാക്ക് ചെയ്ത് ഈ പാതകം പാക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വീതിയിൽ പരക്കിനിട്ട് സിമെൻറ്റ് ഫുള്ളായിട്ട് സിമെൻറ്റിൽ പണിയൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ മേലെ ഒരു അരഞ്ഞാളം പോലെ 4 ഇഞ്ച് വീതി അല്ലെങ്കിൽ 5 ഇഞ്ച് വീതി പരക്കിനിട്ടു. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ പണി മൊത്തം അങ്ങോട്ട് ഇതേപോലെ ആയിരിക്കും. ഇതെല്ലാ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ പരക്കിനിട്ട് പുറം ഭാഗം വിട്ടു. ഉൾഭാഗത്ത് നമ്മൾ പരക്കന്നെ ഇടേണ്ട ആവശ്യമില്ല. ഉള്ളിലെല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ ഈ ഭാഗങ്ങളിൽ നമ്മൾ മണ്ണിട്ടു അത് വെള്ളം ഒഴിച്ച് ടൈറ്റ് ചെയ്യണം ഇനി അടുത്തത്. അപ്പോൾ ഭൂമി ലെവൽ കഴിഞ്ഞു. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഇനി തറ കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് 734 സ്ക്വയർ ഫീറ്റിൽ ഉള്ളൊരു തറ ഫൗണ്ടേഷനാണ്. ഇതിനിപ്പോൾ 6 ലോഡ് കല്ലാണ് ഇപ്പോൾ ഇത്രയും വന്നിരിക്കുന്നത്. ഇനി ഒരു 3 ലോഡ് കല്ലടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ്മെൻറ്റ് തീരും. അപ്പോൾ ഇത്രയും പണികൾ കഴിഞ്ഞു. ഇനി നാളെ ഇതിൻ്റെ മണ്ണിട്ട് അടുത്ത് കലക്കണം. ഇനി ഈ തറ മേൽത്തറ കെട്ടുന്ന സമയത്ത് അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുമായി കാണുന്നതാണ്.